ഞാൻ ഈ സംസാരിക്കുന്നത് ചില ഭാര്യ ഭർത്താക്കന്മാരോടാണ്. എല്ലാവരും എന്നല്ല, വളരെ ചുരുക്കം ചില ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇവരുടെ നിഘണ്ടുവിൽ ഉണ്ടാവില്ല. ഇവരുടെ അച്ഛൻ്റെ മുന്നിലാവട്ടെ, അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ്റെ മുന്നിലാവട്ടെ, മക്കളുടെ മുന്നിലാവട്ടെ, നമ്മുടെ ഫാമിലിയുടെ മുന്നിലാവട്ടെ, ഒരാളുടെ മുന്നിലും ഇവർ ഒരു തവണ പോലും പ്രണയിക്കില്ല. വല്ലപ്പോഴും എന്തെങ്കിലും സംസാരിച്ചു. എല്ലാ സമയത്തും വളരെ നോർമലായിട്ടാണ് ഭാര്യയോടും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടും സംസാരിക്കുക. നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പോവുക എന്നുള്ളത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫില്ല. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ഈ മരിച്ചു പോകുന്ന സമയത്ത് കൊണ്ടുപോകാനുള്ള സാധനമൊന്നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറയുന്ന സാധനമല്ല. നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം കൂടും. നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം സമാധാനം കിട്ടും. നിങ്ങളുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളാവും, വളരെ കളർഫുള്ളാവും. പിന്നെ എന്തിനാണ് ഈ സാധനം ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുന്ന നേരെ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ വളരെ എത്ര നല്ല രീതിയിൽ സംസാരിക്കും. നമ്മൾ അയൽവാസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര കെയറും സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ പിശുക്കൊക്കെ ഒന്ന് മാറ്റ്. എന്നിട്ട് ഇത് ഈ വാക്ക് കൊണ്ട് പ്രണയിക്കാനുള്ളതല്ല. നിങ്ങൾ ഹൃദയം കൊണ്ട് ജീവിച്ച് കാണിക്കുക. മക്കളുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, ഭർത്താവിൻ്റെ മുന്നിൽ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ, ഭാര്യയുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിലൊക്കെ നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് കപ്പിളാണ്. നിങ്ങൾ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോഴല്ലേ ലൈഫിനൊരു അർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. നിങ്ങളുടെ ഈഗോ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഇത് പള്ള നിറച്ച് ഈഗോ വെച്ചിട്ട് ഇങ്ങനെ സ്നേഹിക്കാതെ പ്രണയിക്കാണ്ട് ജീവിച്ചു പോയിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ പിന്തുടരുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായ ട്രാക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എക്സാമ്പിളായിട്ട് മാറണം, റോൾ മോഡലായിട്ട് മാറണം. റോൾ മോഡൽ ആവണമെങ്കിൽ ഈ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ അവർ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് മക്കൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന ചിന്തയോടുകൂടെ ജീവിക്കുക.